വെൽക്കം യു ഓൾ. നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രെഡിക്കേറ്റ്സും പാത്ത് പ്രെഡിക്കേറ്റ്സും എന്താണെന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഒരു പ്രെഡിക്കേറ്റ് എന്താണ് എന്ന് നോക്കാം. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലോജിക്കൽ എക്സ്പ്രഷനാണ്. എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ലോജിക്കൽ എക്സ്പ്രഷനാണ്. എന്താണ് ഈ എക്സ്പ്രഷൻ്റെ പ്രത്യേകത? നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ഈ ഒരു എക്സ്പ്രഷനിലേക്ക് ഞാൻ എക്സിനൊരു വാല്യൂ കൊടുക്കുമ്പോൾ ഒന്നുകിൽ ഈ കണ്ടീഷൻ ട്രൂ ആവാം, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഫോൾസ് ആവാം. അപ്പോൾ ഇത്തരത്തിലെ എക്സ്പ്രഷൻ, അതായത് ട്രൂവോ ഫോൾസോ ആയി മാറുന്ന എനി എക്സ്പ്രഷൻ വിച്ച് ഐദർ ഇവാലുവേറ്റ്സ് ടു ട്രൂ or it evaluates to false is said to be a logical expression. എന്താണ് പറഞ്ഞത്? ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ ഒന്നുകിൽ ട്രൂ ആകാം, അല്ലെങ്കിൽ ഫോൾസ് ആകാം. അത്തരത്തിലെ എക്സ്പ്രഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ ലോജിക്കൽ എക്സ്പ്രഷൻ തന്നെയാണ് ഒരു പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. സോ പ്രെഡിക്കേറ്റ് ഈസ് ഓൾസോ എ ലോജിക്കൽ എക്സ്പ്രഷൻ വിച്ച് ഐദർ ഇവാലുവേറ്റ്സ് ടു ട്രൂ ഓർ ഇറ്റ് ഇവാലുവേറ്റ്സ് ടു ഫോൾസ്. അതായത് ഒന്നുകിൽ ഈ കണ്ടീഷൻ ട്രൂ ആകാം, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഫോൾസ് ആകാം. ഓക്കെ, ശരി. അടുത്ത നമുക്ക് പാത്ത് പ്രെഡിക്കേറ്റ് എന്താണ് എന്ന് പഠിക്കാം. സിമ്പിൾ ഡെഫിനിഷൻ പറഞ്ഞാൽ എ പ്രെഡിക്കേറ്റ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ പാത്ത്. ഒരു പാത്തുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ പാത്ത് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അതിനായി നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഈ എക്സാമ്പിൾ നിങ്ങളൊന്ന് നോക്കുക. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ റൈറ്റ് എ ഈസ് ഗ്രേറ്റർ എൽസ് ബി ഈസ് ഗ്രേറ്റർ. ആദ്യം ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ ഇത് പ്രിൻറ്റ് ചെയ്യും. അതായത് ഇവ രണ്ടിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരിക്കും ഒരു സമയത്ത് പ്രിൻ്റ് ആവുക. ഇനി ഇതിനെ ഇപ്പോൾ നമ്മൾ കണ്ട ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോഡിനെ ഞാൻ ഫ്ലോ ഗ്രാഫിൻ്റെ രൂപത്തിൽ വരച്ചാൽ എങ്ങനെയിരിക്കും? ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് എയുടെയും ബിയുടെയും വാല്യൂ റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഫ്രം ദിസ് വി ആർ ഗോയിങ് ടു റീഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു കണ്ടീഷൻ നോഡാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്താൽ ഒന്നുകിൽ അത് ട്രൂ ആകാം, അല്ലെങ്കിൽ അത് ഫോൾസ് ആകാം. ട്രൂ ആണെങ്കിൽ നേരെ ഈ വഴി വന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. ഇനി അല്ല, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ? ഫോൾസ് ആണെങ്കിൽ നേരെ ഈ വഴി വന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇത് എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആവും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒന്നുകിൽ ഈ പാത്ത് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ഈ പാത്ത് ഫോളോ ചെയ്യും. അപ്പോൾ രണ്ട് പാത്തുകളിൽ ഏതെങ്കിലും ഒരു പാത്തേ ഫോളോ ചെയ്യുകയുള്ളൂ. സപ്പോസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ പാത്താണ്. അങ്ങനെയെങ്കിൽ ഈ പാത്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെടാനുള്ള പ്രെഡിക്കേറ്റ് എന്ത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ പാത്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെടണമെങ്കിൽ ഏത് പ്രെഡിക്കേറ്റ് ട്രൂ ആകണം? ഇതാണ് ട്രൂ ആകേണ്ടത്. എ ഗ്രേറ്റർ ദാൻ ബി. ഇവിടെ ചെക്ക് ചെയ്തതും അത് തന്നെയാണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണോ? ചെക്ക് ചെയ്തു. കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ പാത്തിൻ്റെ പ്രെഡിക്കേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പാത്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെടാനുള്ള പ്രെഡിക്കേറ്റ് എന്താണ് എന്നാണ്. ഈ പാത്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെടണമെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആകണം. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് ട്രൂ ആയാലേ ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയുള്ളൂ. സോ ദിസ് ഈസ് ദ പ്രെഡിക്കേറ്റ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പാത്ത്. ഒരു പാത്തിൻ്റെ കൂടെ ഏത് പ്രെഡിക്കേറ്റാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടെത്തുക. അപ്പോൾ ആ പ്രെഡിക്കേറ്റ് ആയിരിക്കും ആ പാത്തിൻ്റെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ പാത്ത് പ്രെഡിക്കേറ്റ്? എ പ്രെഡിക്കേറ്റ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ പാത്ത്. ആ പാത്തിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രെഡിക്കേറ്റിനെയാണ് പാത്ത് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പാത്തിൻ്റെ പ്രെഡിക്കേറ്റ് എന്താണ്? ഇത് എപ്പോഴേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ? കണ്ടീഷൻ ഫോൾസ് ആയാൽ മാത്രമേ ഈ വഴിയിലൂടെ വന്ന് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ പാത്തുമായി ബന്ധപ്പെട്ട പ്രെഡിക്കേറ്റ് എന്താ? ഈ പാത്തുമായി ബന്ധപ്പെട്ട പ്രെഡിക്കേറ്റാണ് എ ലെസ് ദാൻ ബി. ഇതെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഇവിടെ ചെക്ക് ചെയ്തത് എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷനാണ്. ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ എ ശരിക്കും ബിയെക്കാട്ടി ഗ്രേറ്റർ ആണ്.
എ ലെസ് ദാൻ ബി ആവുന്ന സമയത്തായിരിക്കും കണ്ടീഷൻ ഫോൾസ് ആവുക. അങ്ങനെയെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് ഈ പാത്തുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം എ ലെസ് ദാൻ ബി എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് ഈ പാത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു പാത്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിലെ ഏത് പ്രെഡിക്കേറ്റാണ് ഇപ്പോൾ ട്രൂ ആയിരിക്കുന്നത്? ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഏത് പ്രെഡിക്കേറ്റ് ട്രൂ ആവണം. അതേസമയം ഇതാണ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഏത് പ്രെഡിക്കേറ്റ് ട്രൂ ആവണം? So the predicate which is associated with this path is A greater than B, and the predicate which is associated with this path is A less than B. അപ്പോൾ ഓരോ പാത്തുമായി അസോസിയേറ്റ് ചെയ്ത പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ പാത്ത് പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ രണ്ട് ടേംസ് ക്ലിയർ ആയല്ലോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു എക്സ്പ്രഷനാണ്, അതിൻ്റെ പേര് പാത്ത് പ്രെഡിക്കേറ്റ് എക്സ്പ്രഷൻ. എന്താണ് പാത്ത് പ്രെഡിക്കേറ്റ് എക്സ്പ്രഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി മറ്റൊരു എക്സാമ്പിൾ നമുക്കിവിടെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ കോഡ്. ഈ കോഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ഗ്രാഫാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ദാണ്ടി ഈ വരച്ചതാണ് നമ്മുടെ കോഡിൻ്റെ ഇക്വലൻ്റായ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറേ കണ്ടീഷൻസ് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ആദ്യം ചോദിച്ചു. ആണെങ്കിൽ ഉടൻ ചെക്ക് ചെയ്യുക എ ഗ്രേറ്റർ ദാൻ സി ആണോ. അപ്പോൾ ആദ്യം എയും ബിയും കൂടെ കമ്പയർ ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഇത് ചെക്ക് ചെയ്യുന്നു. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എ ബിയേക്കാളും ഗ്രേറ്ററാണ്, എ സിയേക്കാളും ഗ്രേറ്ററാണ്. ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആയാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ. നമുക്കൊന്ന് നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് പറഞ്ഞു. അതേസമയം എ ഗ്രേറ്റർ ദാൻ സിയുമാണെന്ന് തെളിഞ്ഞു. ബിയേക്കാളും സിയേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എ അല്ലേ യഥാർത്ഥത്തിൽ ഗ്രേറ്റർ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് രണ്ട് കണ്ടീഷൻസും ട്രൂ ആയാൽ നമുക്ക് എ ഗ്രേറ്റർ ആണെന്ന് പ്രിൻ്റ് ചെയ്യാം. ഇത് ട്രൂ ആണ്, പക്ഷേ ഇത് ഫോൾസ് ആണ്. അതിൻ്റെ അർത്ഥം എന്താ? എ ഗ്രേറ്റർ ദാൻ ബി ആണ് എന്ന് വെച്ചാൽ ഇവരിൽ എ ആണ് ഗ്രേറ്റർ എന്ന് തെളിഞ്ഞു. പക്ഷെ രണ്ടാമത്തെ കണ്ടീഷൻ ഫോൾസ് ആയി എന്ന് പറഞ്ഞാൽ അവിടെ എ എന്ന് പറയുന്നത് ലെസ് ദാൻ സി ആണ് എന്നാണ് തെളിഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എയും ബിയും കൂടെ നോക്കിയപ്പോൾ എ ആണ് വലുത്, എയും സിയും കൂടെ നോക്കിയപ്പം സി ആണ് വലുത്. അപ്പോൾ ഇവിടെ സി ആണ് വലുതെന്ന് മനസ്സിലായി എയെ കാട്ടിലും. അപ്പോൾ ബിയെ കാട്ടിലോ? ആ കമ്പാരിസൺ നമ്മൾ എവിടെ നോക്കും? ബിയെ നോക്കേണ്ട കാര്യമില്ല, കാരണം ബി ഓൾറെഡി എയേക്കാൾ ലെസ്സാണ്. എയെക്കാട്ടിലും സി ഗ്രേറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും ബിയെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആവുകയും സെക്കൻഡ് കണ്ടീഷൻ ഫോൾസ് ആവുകയും ചെയ്താൽ സി ആണ് ഗ്രേറ്റർ എന്ന് പ്രിൻ്റ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, ശരി. ഇനി ഈ സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം. ഈ കണ്ടീഷനെ അങ്ങ് ഫോൾസായി. ഇത് ട്രൂ ആയാൽ മാത്രമേ ഈ ഭാഗത്തേക്ക് വരികയുള്ളൂ. പക്ഷെ ഫസ്റ്റ് കണ്ടീഷനെ ഫോൾസ് ആയാൽ എന്ത് സംഭവിക്കും? ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയാൽ നേരെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരും. ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയാൽ നമുക്കതിനെ എന്താ എഴുതേണ്ടത്? എ ഗ്രേറ്റർ ദാൻ ബി ചെക്ക് ചെയ്തു, കണ്ടീഷൻ ഫോൾസ് എന്ന് വെച്ചാൽ എ ഈസ് ലെസ് ദാൻ ബി, ബിയെക്കാട്ടിലും ലെസ്സാണ് എ. അപ്പോൾ ഇവരിൽ ഗ്രേറ്റർ ആരാ? ബി ആണ് ഗ്രേറ്റർ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ബി ഗ്രേറ്റർ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആയാൽ നേരെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരും. വന്നിട്ട് ആദ്യം ചെക്ക് ചെയ്യും ബി ഗ്രേറ്റർ ദാൻ സി ആണോ. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് ട്രൂ ആണെന്ന് കരുതുക. അപ്പോൾ ഇവിടുന്ന് മനസ്സിലായി ബി ആണ് ഗ്രേറ്റർ, ഇവിടെയും കണ്ടീഷൻ ഗ്രേറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ്ലി എന്തെഴുതാം? ബി ഈസ് ഗ്രേറ്റർ എന്ന് എഴുതാം. ഇത് വർക്ക് ചെയ്യും. ഇനി അല്ല, ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസായി, അതായത് ഈ കണ്ടീഷൻ ഫോൾസായി, ഇവിടെ വന്നു. ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയപ്പോൾ എ ലെസ് ദാൻ ബി എന്നാണ് അർത്ഥം. അവിടെ നിന്ന് ബി ആണ് ഗ്രേറ്റർ എന്ന് മനസ്സിലായി. രണ്ടാമത്തെ കണ്ടീഷൻ ഇത് വന്ന് ചെക്ക് ചെയ്തപ്പോഴും കണ്ടീഷൻ ഫോൾസ് ആണെന്ന് കരുതുക. അതായത് ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ ഫോൾസ് ആയി. അതിൻ്റെ അർത്ഥം ബി ഈസ് ലെസ് ദാൻ സി എന്നാണ്. ബി ഈസ് ലെസ് ദാൻ സി എന്ന് പറഞ്ഞാൽ ഇവരിൽ ഗ്രേറ്റർ സി ആണ്. എയെക്കാട്ടിൽ ഗ്രേറ്റർ ബി ആണ്, പക്ഷെ ബിയെക്കാട്ടി ഗ്രേറ്റർ സി ആണ്.
എങ്കിൽ അൾട്ടിമേറ്റ്ലി ആരാ വലുത്? സി ആണ് ഗ്രേറ്റർ. അപ്പോൾ ഇത്തരത്തിൽ 3 നമ്പറുകളിൽ ലാർജസ്റ്റ് ആര് സ്മോളസ്റ്റ് ആര് എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു കോഡാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഈ കോഡിൻ്റെ കറസ്പോണ്ടിങ് ഫ്ലോ ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന ടേം പാത്ത് പ്രെഡിക്കേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നൊരു ടേമാണ്. എന്താണ് പാത്ത് പ്രെഡിക്കേറ്റ് എക്സ്പ്രഷൻ? നമുക്ക് നോക്കാം. ഒരു പർട്ടിക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ ഏതൊക്കെ പ്രെഡിക്കേറ്റുകൾ ട്രൂ ആകണം നോക്കാം. വാല്യൂസ് റീഡ് ചെയ്യുന്നു 3 വേരിയബിൾസിൻ്റെയും. ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആയാൽ നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്ന് രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും ട്രൂ ആയാൽ ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഞാൻ എക്സിക്യൂട്ട് ചെയ്ത പാത്ത് ഏതാണെന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പാത്താണ് എക്സിക്യൂട്ട് ആകുന്നതെങ്കിൽ ഈ പാത്തിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് തിങ്, വാല്യൂസ് റീഡ് ചെയ്ത ശേഷം ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് അവിടുത്തെ എക്സ്പ്രഷനിലെ ഒരു പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ ബി ആണ്. എ ഗ്രേറ്റർ ദാൻ ബി ആയതുകൊണ്ടാണ് നമ്മൾ നേരെ ഈ പാത്തിലൂടെ ഇവിടെ എത്തിയത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലോജിക്കൽ എക്സ്പ്രഷൻ ഇതാണ്. ഇവിടെ എത്തിയ ശേഷം രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ അതും ട്രൂ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ പാത്ത് ഫോളോ ചെയ്ത് ഇവിടെ വന്നു. രണ്ടാമത്തെ കണ്ടീഷനും ട്രൂ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്നാണ് ചെക്ക് ചെയ്തത്. എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ അതും ട്രൂ ആണ്. അപ്പോൾ ഈ കണ്ടീഷനും ട്രൂ ആയി, ഈ കണ്ടീഷനും ട്രൂ ആയി. രണ്ട് കണ്ടീഷനും ട്രൂ ആയാൽ നമുക്ക് പറയാം എ ഗ്രേറ്റർ ദാൻ ബി ചെക്ക് ചെയ്തപ്പോൾ അതും ട്രൂ, എ ഗ്രേറ്റർ ദാൻ സി ചെക്ക് ചെയ്തപ്പോൾ അതും ട്രൂ. ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആയാലേ ഈ ഒരു പാത്ത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന പാത്തിൻ്റെ പാത്ത് എക്സ്പ്രഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്, എ ഗ്രേറ്റർ ദാൻ ബിയും എ ഗ്രേറ്റർ ദാൻ സിയും. വിച്ച് മീൻസ് ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആയാലേ ഈ പറയുന്ന പാത്ത് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു പാത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നു. വാല്യൂസ് ഓഫ് വേരിയബിൾസ് റീഡ് ചെയ്ത ശേഷം ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ അതങ്ങ് ട്രൂ ആയി. രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ അത് ഫോൾസ് ആവുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ ഇങ്ങനൊരു പാത്താണ് ഞാൻ മാർക്ക് ചെയ്തത്. എങ്കിൽ ഈ പാത്തിൻ്റെ എക്സ്പ്രഷൻ എത്ര, അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്താ? ഓക്കെ, നമുക്കൊന്ന് നോക്കാം. വാല്യൂസ് ഓഫ് ദി വേരിയബിൾസ് റീഡ് ചെയ്തിട്ട് ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ അത് ട്രൂ. ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അവിടുത്തെ പ്രെഡിക്കേറ്റ് എ ഗ്രേറ്റർ ദാൻ ബി. ട്രൂ ആയതുകൊണ്ട് നേരെ ഇവിടം വരെ എത്തി. രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ അത് ഫോൾസ്. അതായത് ഫസ്റ്റ് കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ബി ആയിരുന്നു, അത് ട്രൂ ആയി. രണ്ടാമത്തെ കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്നായിരുന്നു, ബട്ട് അത് ഫോൾസ് ആയി. ഈ കണ്ടീഷൻ ഫോൾസ് ആവുക എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ സി അല്ല, എന്ന് വെച്ചാൽ എ ലെസ് ദാൻ സി ആണ്. എ ലെസ് ദാൻ സി ആയതുകൊണ്ടാണല്ലോ ആ കണ്ടീഷൻ ഫോൾസ് ആയത്. അപ്പോൾ അവിടുത്തെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് എ ലെസ് ദാൻ സി. അത് ട്രൂ ആയതുകൊണ്ടാണ് ഈ പാത്ത് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആവുകയും എന്നാൽ എ ലെസ് ദാൻ സി ആവുകയും ചെയ്യുമ്പോഴാണ് ഈ പാത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാത്തും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഏതൊക്കെ പ്രെഡിക്കേറ്റുകൾ ട്രൂ ആകുന്നു, ആ എല്ലാ പ്രെഡിക്കേറ്റുകളുടെയും കൂടെ കളക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? പാത്ത് പ്രെഡിക്കേറ്റ് എക്സ്പ്രഷൻ എന്ന് വിളിക്കാം. ഓക്കെ, മൂന്നാമതൊരു പാത്തും കൂടി നമുക്കൊന്ന് നോക്കാം. സപ്പോസ് വേരിയബിൾസിൻ്റെ വാല്യൂ റീഡ് ചെയ്ത ശേഷം ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ അങ്ങ് ഫോൾസ് ആയി. ആദ്യത്തെ കണ്ടീഷൻ ഫോൾസ് ആവുക എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്തത്, ബട്ട് അത് ഫോൾസ് ആയി. വിച്ച് മീൻസ് എ ഈസ് ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ബി ആയാൽ മാത്രമേ ഇവിടം വരെ ഞാൻ എത്തൂ. രണ്ടാമത് വീണ്ടും ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പം അത് ട്രൂ ആയി. രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് ട്രൂ ആയി. വിച്ച് മീൻസ് ബി ഗ്രേറ്റർ ദാൻ സി ട്രൂ ആയതുകൊണ്ടാണ് ആ പാത്ത് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന പാത്ത് എക്സിക്യൂട്ട് ആകണമെങ്കിൽ ഏതൊക്കെ പ്രെഡിക്കേറ്റുകൾ ട്രൂ ആവണം? എ ഗ്രേറ്റർ ദാൻ ബി ഫോൾസ് ആവണം. വിച്ച് മീൻസ് എ ലെസ് ദാൻ ബി ട്രൂ ആവുകയും എന്നാൽ ബി ഗ്രേറ്റർ ദാൻ സി ട്രൂ ആവുകയും ചെയ്യണം. ഏതൊക്കെയാണ്? എ ലെസ് ദാൻ ബി ട്രൂ ആവുകയും അതേസമയം ബി ഗ്രേറ്റർ ദാൻ സി ട്രൂ ആവുകയും ചെയ്യുമ്പോഴാണ് ഈ പാത്ത് എക്സിക്യൂട്ട് ആവുന്നത്.
ശരി, അങ്ങനെയെങ്കിൽ ഇപ്പോൾ വരച്ച പാത്ത് എക്സ്പ്രഷനകത്ത് ഈ രണ്ട് പ്രെഡിക്കേറ്റുകളാണ് വരുന്നത്. നമുക്ക് ലാസ്റ്റ് ഒരു പാത്തും കൂടെ നോക്കാം. വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് റീഡ് ചെയ്ത ശേഷം ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, അതങ്ങ് ഫോൾസ് ആയി. ആദ്യത്തെ കണ്ടീഷൻ ഫോൾസ് ആവുക എന്ന് പറഞ്ഞാൽ എ ഈസ് ലെസ് ദാൻ ബി, ഇതാണ് ഇപ്പോൾ ട്രൂ ആയിരിക്കുന്നത്. എ ഗ്രേറ്റർ ദാൻ ബി ഫോൾസ് ആയി, അതിൻ്റെ അർത്ഥം എ ലെസ് ദാൻ ബി ട്രൂ ആണ്. അതുകൊണ്ട് നമ്മളിവിടം വരെ എത്തി. രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ അതും ഫോൾസ്. രണ്ടാമത്തെ കണ്ടീഷൻ ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്നായിരുന്നു, അത് ഫോൾസ് ആയി എന്ന് പറഞ്ഞാൽ ബി ലെസ് ദാൻ സി ആണെന്നർത്ഥം. അപ്പോൾ ഇതാണിപ്പോൾ ട്രൂ ആയിരിക്കുന്നത്. അപ്പം ഞാൻ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പാത്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ പ്രെഡിക്കേറ്റുകൾ ട്രൂ ആകണം? എ ലെസ് ദാൻ ബിയും ബി ലെസ് ദാൻ സിയും, ഈ രണ്ട് പ്രെഡിക്കേറ്റുകൾ ട്രൂ ആയെങ്കിൽ മാത്രമേ നാലാമത്തെ പാത്ത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓരോ പാത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായ ഒരു പ്രെഡിക്കേറ്റ് ഉണ്ട്. അതിനെ പാത്ത് പ്രെഡിക്കേറ്റ് എന്നാണ് പറയുന്നത്. ഒരു പാത്തിലെ എല്ലാ പ്രെഡിക്കേറ്റുകളുടെയും കൂടെ കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാത്ത് പ്രെഡിക്കേറ്റ് എക്സ്പ്രഷൻ. ക്ലിയർ ആയോ? അടുത്ത ടേം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്ത ടേമാണ് മൾട്ടി വേ ബ്രാഞ്ചിങ്. നമുക്ക് എന്താണെന്ന് നോക്കാം. മൾട്ടി വേ ബ്രാഞ്ചിങ് നോക്കിക്കേ, ഇതാണ് മൾട്ടി വേ ബ്രാഞ്ചിങ്ങിൻ്റെ എക്സാമ്പിൾ. കുട്ടികളുടെ മാർക്ക് കമ്പയർ ചെയ്യുകയാണ്. മാർക്ക് 80 ആൻഡ് അബവ് ആണെങ്കിൽ അവർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. 80ക്കും 60ക്കും ഇടയ്ക്കാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, 60ക്കും 50ക്കും ഇടയ്ക്കാണെങ്കിൽ സെക്കൻഡ് ക്ലാസ്, 50ക്കും 40ക്കും ഇടയ്ക്കാണെങ്കിൽ തേർഡ് ക്ലാസ്, 40ക്കും 35ൻ്റെ ഇടയ്ക്കാണെങ്കിൽ ജസ്റ്റ് പാസ്, 35 ബിലോ ആണെങ്കിൽ ഫെയിൽ. അപ്പോൾ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നോ അതിനനുസരിച്ചുള്ള മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം 2 വേ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. പക്ഷേ ഇവിടെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആണുള്ളത്. ഇതിലേത് കണ്ടീഷൻ ട്രൂ ആവുന്നോ അതിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഫ്ലോ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുക? നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു പോർഷനിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അവിടെയാണ് നമ്മൾ കണ്ടീഷൻ, അതായത് മാർക്ക് കളക്ട് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റിൽ നിന്ന് മാർക്ക് കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത ശേഷം ആ മാർക്കിനെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് കണ്ടീഷനുമായിട്ടാണ് മാച്ച് ആവുന്നതെങ്കിൽ, അതായത് മാർക്ക് ഓഫ് ദി സ്റ്റുഡൻറ്റ് 80 ഓർ എബവ് ആണെങ്കിൽ നമ്മൾ നേരെ ഫസ്റ്റ് പാത്ത് അങ്ങ് ഫോളോ ചെയ്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ പാത്ത് എപ്പോഴേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ? സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് 80% എബവ് ആണെങ്കിൽ, 80 ഓർ എബവ് ആണെങ്കിൽ മാത്രം ഫസ്റ്റ് പാത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഇനിയല്ല, മാർക്ക് നമ്മൾ എടുത്ത് കമ്പയർ ചെയ്തപ്പോൾ 80ക്ക് താഴെ എന്നാൽ 60യേക്കാൾ ഗ്രേറ്ററുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പാത്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇനി തേർഡ് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ആവുന്നത്, അതായത് 60ൽ താഴെ എന്നാൽ 50ൽ മുകളിൽ, ആ ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ആവുന്നതെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. പറഞ്ഞു വരുന്നത് മാർക്ക് ഒന്നേ ഉള്ളൂ, പക്ഷേ ഏത് കണ്ടീഷനാണോ സാറ്റിസ്ഫൈ ആകുന്നത് അതിനനുസരിച്ചുള്ളൊരു പാത്തായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ പാത്ത് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ഈ പാത്ത്, അല്ലെങ്കിൽ ഈ പാത്ത്, അതുമല്ലെങ്കിൽ ഈ പാത്ത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്ത് മാത്രമായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിലധികം പാത്തുകൾ ഉള്ളതിൽ ഏതെങ്കിലും ഒരു പാത്തിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന കോൺസെപ്റ്റിനെയാണ് മൾട്ടി വേ ബ്രാഞ്ചിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത ടേം എന്താണ്? അടുത്ത ടേമാണ് പ്രെഡിക്കേറ്റ് ഇൻ്റർപ്രറ്റേഷൻ. എന്താണ് പ്രെഡിക്കേറ്റ് ഇൻ്റർപ്രറ്റേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു പ്രോഗ്രാം കോഡാണ് എഴുതിയിരിക്കുന്നതെന്ന് കരുതുക. പ്രോഗ്രാം കോഡിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് x1 = 3. ഓക്കെ, എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായി, ഇതൊരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. x1 എന്ന വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. പിന്നെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ രണ്ടാമതൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അതിനകത്ത് എഴുതിയിരിക്കുന്നു y > x1 + x2/3. അതായത് ഇതൊരു ലോജിക്കൽ എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ ഇതൊരു പ്രെഡിക്കേറ്റ് ആണെന്ന് പറയാം. എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാല്യൂ കണ്ടുപിടിച്ച ശേഷം ആ വാല്യൂ വൈയുമായി കമ്പയർ ചെയ്യപ്പെടുകയാണ്. വൈയുടെ വാല്യൂ > ഈ വാല്യൂ ആണോ എന്നാണ് ചോദ്യം.
അല്ലേ? അപ്പോൾ ഒന്നുകിൽ അതെ വൈയുടെ വാല്യൂ ഇതിനേക്കാളും ഗ്രേറ്റർ ആണ് എന്ന് തെളിയും, അല്ലെങ്കിൽ അല്ല വൈയുടെ വാല്യൂ ഇതിനേക്കാൾ ഗ്രേറ്റർ അല്ല എന്നാണ് തെളിയുന്നത്. സോ ഈ എക്സ്പ്രഷൻ ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആകാം. അതുകൊണ്ട് തന്നെ ഈ ലോജിക്കൽ എക്സ്പ്രഷൻ ഒരു പ്രെഡിക്കേറ്റ് ആണെന്ന് എനിക്ക് പറയാം. അപ്പോൾ ഇതൊരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതേസമയം ഇതൊരു പ്രെഡിക്കേറ്റ് ആണ്. പക്ഷേ ഈ പ്രെഡിക്കേറ്റിൻ്റെ വാല്യൂ എനിക്കിപ്പോൾ കണ്ടുപിടിക്കാൻ ഒക്കില്ല. കാരണം എന്താ? എനിക്ക് x1ൻ്റെ വാല്യൂ മാത്രമേ അറിയാവുള്ളൂ. x2 എന്ന വേരിയബിളിൻ്റെ വാല്യൂ എനിക്ക് ഇപ്പോഴും അറിയില്ല, അൺനോൺ വാല്യൂ ആണ്. x1ഉം x2ഉം കിട്ടിയാൽ അവരുടെ സം കണ്ടുപിടിച്ച് ആ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിലേ എനിക്ക് വൈയേക്കാൾ ഗ്രേറ്റർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടെങ്കിലും ഇതെനിക്കിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് x2ഉം കൂടി വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്ത് ഇവിടം വരെ എത്തിയപ്പോൾ നമ്മൾ കണ്ടു x2 എന്ന വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ? x1 × 5. x1ൻ്റെ വാല്യൂ എനിക്ക് ഓൾറെഡി അറിയാം. x1 × 5 ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് x2ൻ്റെ വാല്യൂ കിട്ടി. അതായത് ഇവിടം മുതൽ തുടങ്ങിയ പ്രോഗ്രാം ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് x2 എന്ന വേരിയബിളിന് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. ചിലത് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞതാവാം, ചിലത് എക്സിക്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. എന്തുകൊണ്ട് അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞില്ല? കാരണം അത് ചെക്ക് ചെയ്യാനുള്ള വേരിയബിൾസ് എനിക്കിതുവരെ കിട്ടിയില്ല, അല്ലേ? അപ്പോൾ x2 എന്ന വേരിയബിളിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിനി തിരിച്ച് വന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ x2ഉം x1ഉം കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഒരു പ്രെഡിക്കേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഒന്നുകിൽ ഡയറക്റ്റ് വാല്യൂസ് ഉണ്ടാവണം, ലൈക്ക് ദിസ് y > 5. ഓക്കെ, വാല്യൂ ഡയറക്റ്റ് തന്നിരിക്കുകയാണ്, എനിക്കിപ്പോൾ തന്നെ അതിനെ ചെക്ക് ചെയ്യാം, വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു എക്സ്പ്രഷൻ പ്രെഡിക്കേറ്റ് ആയിരുന്നിട്ട് പോലും എനിക്കതിൻ്റെ എക്സിക്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താ? കാരണം അതിൽ വേരിയബിൾസ് ഉണ്ടായിരുന്നു, അതിൻ്റെ വാല്യൂ അൺനോൺ ആയിരുന്നു. പറഞ്ഞു വരുന്നത്, ഏതെങ്കിലും ഒരു പ്രെഡിക്കേറ്റിൽ ഇതേപോലത്തെ സിംബോളിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എങ്കിൽ അത്തരത്തിലെ പ്രെഡിക്കേറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രെഡിക്കേറ്റ് ഇൻ്റർപ്രിട്ടേഷൻ. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഏതെങ്കിലും പ്രെഡിക്കേറ്റുകളിൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒന്നുകിൽ ഡയറക്റ്റ് വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അതിലേതെങ്കിലും സിംബോളിക് കോൺസ്റ്റൻസ് ഉണ്ടാവണം. ഒരു പ്രെഡിക്കേറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായി അതിൽ സിംബോളിക് കോൺസ്റ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിംബോളിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ പ്രെഡിക്കേറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രെഡിക്കേറ്റ് ഇൻ്റർപ്രിട്ടേഷൻ. എന്തെന്ന് വെച്ചാൽ ഇത്തരത്തിലെ പ്രെഡിക്കേറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടണമെങ്കിൽ, ഇതുപോലത്തെ പ്രെഡിക്കേറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടണമെങ്കിൽ ആദ്യം അതിൽ ഉള്ള സിംബോളിക് സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടന്നിരിക്കണം. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാൽ മാത്രമേ എനിക്ക് ആ പ്രെഡിക്കേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏത് പ്രെഡിക്കേറ്റുകൾക്കാണോ സിംബോളിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആവശ്യമായി വരുന്നത് ടു ഡിറ്റർമൈൻ ഇറ്റ്സ് വാല്യൂ കണ്ടുപിടിക്കുവാനായി പ്രെഡിക്കേറ്റുകൾക്ക് സിംബോളിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് വേണ്ടി വരുന്നുവെങ്കിൽ അത്തരത്തിലെ പ്രെഡിക്കേറ്റുകളെ നമ്മൾ പ്രെഡിക്കേറ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്നാണ് പറയുന്നത്. ബിക്കോസ് ദീസ് പ്രെഡിക്കേറ്റ്സ് കനോട്ട് ബി ഡയറക്റ്റ്ലി ഇവാലുവേറ്റഡ്. ഇവരെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അവരിൽ ഉള്ള സിംബോളിക് സബ്സ്റ്റിറ്റ്യൂഷനുകൾ പ്രോപ്പറായി നടന്നിരിക്കണം. ഈ സിംബോളിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടന്നെങ്കിൽ മാത്രമേ എനിക്ക് ഈ പ്രെഡിക്കേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിച്ച് മീൻസ് x1ൻ്റെയും x2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഈ പ്രെഡിക്കേറ്റിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് പ്രെഡിക്കേറ്റ് ഇൻ്റർപ്രിട്ടേഷൻ. ലാസ്റ്റ് നമുക്ക് 1-2 ടേമുകൾ കൂടി പഠിക്കാനുണ്ട്. അതിൻ്റെ പേരാണ് പ്രോസസ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് പ്രോസസ് ഇൻഡിപെൻഡൻറ്റ്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു പ്രോസസ്സാണെന്ന് കരുതുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലെ ഏതെങ്കിലും ഒരു ഫങ്ഷനാണ് എന്ന് കരുതുക. അപ്പം നമ്മുടെ പ്രോഗ്രാമിലെ ഈ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടാൽ ഉറപ്പായും x1 എന്ന വേരിയബിളും x2 എന്ന വേരിയബിളിൻ്റെയും വാല്യൂ ചേഞ്ച് ആകും എന്ന് മനസ്സിലാക്കുക. ഞാൻ എന്താണ് പറഞ്ഞത്? P1 എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗം, ഒരു ഫങ്ഷൻ എന്ന് പറയാം. അപ്പോൾ പ്രോഗ്രാമിലെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഈ ഒരു ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടാൽ ഉറപ്പായും x1ൻ്റെയും x2ൻ്റെയും വാല്യൂ ചേഞ്ച് ആകും. വിച്ച് മീൻസ്
ദ ഫങ്ഷൻ അഫക്ട്സ് ദ വാല്യൂ ഓഫ് x1 ആൻഡ് x2. ഈ രണ്ട് വേരിയബിൾസിൻ്റെയും വാല്യൂ അഫക്റ്റഡ് ആകുന്നുണ്ട്. ആര് കാരണം? ഈ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ കാരണം. അങ്ങനെയെങ്കിൽ ഈ പ്രെഡിക്കേറ്റിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ x1 + x2 < 45 എന്ന് പറയുന്ന ഈ പ്രെഡിക്കേറ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? P1 എന്ന പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്താ കാര്യം? നേരത്തെ പറഞ്ഞു P1 എന്ന പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്താൽ ഉറപ്പായും x1ൻ്റെയും x2ൻ്റെയും വാല്യൂ അഫക്റ്റഡ് ആവും. ഒരു പക്ഷേ ഈ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കപ്പെടുന്നത് ഈ പ്രോസസ്സിലായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ഈ പ്രെഡിക്കേറ്റിൻ്റെ വാല്യൂ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ഈ പ്രെഡിക്കേറ്റ് ട്രൂ ആവാം, അല്ലെങ്കിൽ ഈ പ്രെഡിക്കേറ്റ് ഫോൾസ് ആകാം. പക്ഷേ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നറിയണമെങ്കിൽ ആദ്യം x1ൻ്റെയും x2ൻ്റെയും വാല്യൂ കിട്ടണം. അത് ഏതിലൂടെ കിട്ടത്തുള്ളൂ? P1 എന്ന പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്താലേ ഈ വാല്യൂ കിട്ടൂ. ഈ വാല്യൂ കിട്ടിയാലേ ഈ പ്രെഡിക്കേറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ പ്രെഡിക്കേറ്റിൻ്റെ വാല്യൂ ആരെ ആശ്രയിച്ചിരിക്കുന്നു? P1നെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഏത് പ്രെഡിക്കേറ്റ് ആണോ പ്രോസസ്സിനെ ആശ്രയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷനെ ആശ്രയിച്ചിരിക്കുന്നത്, ആ പ്രെഡിക്കേറ്റിനെ എനിക്ക് എന്ത് വിളിക്കാം? പ്രോസസ് ഡിപ്പെൻഡൻറ്റ് എന്ന് വിളിക്കാം. ഈ പ്രെഡിക്കേറ്റിൻ്റെ വാല്യൂ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പ്രെഡിക്കേറ്റിനെ പ്രോസസ് ഡിപ്പെൻഡൻറ്റ് എന്ന് വിളിക്കാം. ഇനി ഒരു പക്ഷേ x1ഉം x2ഉം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ P1ലൂടെ അല്ല കിട്ടുന്നത് എന്ന് കരുതുക. അതായത് P1 എന്ന പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ പ്രെഡിക്കേറ്റിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ പ്രെഡിക്കേറ്റ് എന്താണെന്ന് പറയാം? പ്രെഡിക്കേറ്റ് ഈസ് പ്രോസസ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ പ്രെഡിക്കേറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ x1ൻ്റെയും x2ൻ്റെയും വാല്യൂ വേണം. പക്ഷേ ആ വാല്യൂ എനിക്ക് ഈ പ്രോസസ്സിൽ നിന്നല്ല കിട്ടുന്നത്. എങ്കിൽ പിന്നെ P1 എക്സിക്യൂട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്കിതിനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രെഡിക്കേറ്റിൻ്റെ വാല്യൂ ആരെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആരാൽ അഫക്റ്റഡ് ആകുന്നില്ല? P1ൻ്റെ എക്സിക്യൂഷനാൽ ഈ പ്രെഡിക്കേറ്റ് അഫക്റ്റഡ് ആകുന്നില്ല. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്താലും ചെയ്തില്ലേലും ആരെ ബാധിക്കുന്നില്ല? ഈ പ്രെഡിക്കേറ്റിനെ ബാധിക്കുന്നില്ല. എങ്കിൽ എനിക്ക് പറയാം ഈ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് പ്രോസസ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രെഡിക്കേറ്റ് എന്താണ്, പാത്ത് പ്രെഡിക്കേറ്റ് എന്താണ്, പ്രെഡിക്കേറ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്, പ്രോസസ് ഡിപ്പെൻഡൻസി ആൻഡ് പ്രോസസ് ഇൻഡിപെൻഡൻസി എന്താണ്, അതേപോലെ മൾട്ടിവേ ബ്രാഞ്ചിങ്ങും path predicate expression എന്താണെന്നും നമ്മൾ നോക്കി. Hope you all understood the concept. Thank you.